സിനിമയും കഥയും സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് 1997 പുറത്തിറങ്ങിയ ഇറാനി സിനിമയായ ചിൽഡ്രൻ ഓഫ് ഹെവനെ പറ്റിയാണ്. ഇറാനിയൻ ചലച്ചിത്ര സംവിധായകനായ മജീദ് മജീദി സംവിധാനം ചെയ്ത് കുട്ടികളുടെ കഥ പറയുന്ന ചിത്രമാണ് ബച്ചേ ഹയേ ആസ്മാൻ, ഇംഗ്ലീഷിൽ ചിൽഡ്രൻ ഓഫ് ഹെവൻ. 1997 പുറത്തിറങ്ങിയ ഈ ചിത്രം പ്രധാനമായും രണ്ട് സഹോദരങ്ങളെ കുറിച്ചാണ്. അലി തന്റെ അനുജത്തി സഹാറയുടെ ഷൂ നന്നാക്കാനായി ഷൂ നിർമ്മാതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവർ അത് നന്നാക്കി അവന് കൊടുക്കുന്നു. അലി അതൊരു സ്ഥലത്ത് ഒതുക്കി വെച്ച് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നു. ആ വഴി വന്ന ഒരു മനുഷ്യൻ വേസ്റ്റുകളാണെന്ന് കരുതി ഷൂ പൊതിഞ്ഞ കവർ അടക്കം എടുത്തു കൊണ്ടുപോകുന്നു. അലി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ ഷൂവിന്റെ കവർ കാണുന്നുണ്ടാകില്ല. അവൻ അവിടെയെല്ലാം നോക്കുന്നു. അവിടെയുള്ളതെല്ലാം മാറ്റി നോക്കുന്നതിനിടയ്ക്ക് നീ എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞ് കടക്കാരൻ അവനെ ഓടിക്കുന്നു. സാമ്പത്തികമായി നിരവധി പ്രശ്നങ്ങൾ അലിയുടെ കുടുംബത്തിനുള്ളതുകൊണ്ട് സഹറയുടെ ഷൂ നഷ്ടപ്പെട്ട കാര്യം മാതാപിതാക്കളോട് പറയാൻ അലി പേടിച്ചിരുന്നു. അലി തിരിച്ചു വന്നപ്പോൾ അനിയത്തി ഷൂവിനെ പറ്റി ചോദിക്കുമ്പോൾ ഉണ്ടായ കാര്യം അവളോട് തുറന്നു പറയുന്നു. ഷൂവിനെ പറ്റി അമ്മയോട് പറയരുതെന്ന് അവളോട് അപേക്ഷിക്കുന്നു. അവൾ അതിന് സമ്മതിക്കുന്നു. വീട്ടിൽ തിരിച്ചു വന്ന അലിയുടെ പിതാവ് രോഗിയായ അമ്മയെ സഹായിക്കാത്തതിന് വഴക്കു പറയുന്നു. അനീതി അലിയോട് ചെരുപ്പില്ലാതെ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകുമെന്ന് ചോദിച്ചപ്പോൾ രാവിലെ തന്റെ ചെരുപ്പ് സ്കൂളിലേക്ക് ഇടുകയും ക്ലാസ് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ആ ചെരുപ്പ് ധരിച്ച് ഞാനും സ്കൂളിലേക്ക് പോകാം. ഇങ്ങനെ കുറച്ചു നാൾ ചെയ്യാം, അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും വഴി കണ്ടുപിടിക്കാം എന്ന് പറയുന്നു. ഇങ്ങനെ അലിയും അനിയത്തിയും മാതാപിതാക്കൾ അറിയാതെ നടക്കുന്നു. ചില സമയങ്ങളിൽ അലി സ്കൂളിൽ ലേറ്റായി എത്താറുമുണ്ട്. ഒരിക്കൽ ഹെഡ് മാസ്റ്റർ അവനെ പിടിക്കുന്നു. അപ്പോഴേക്കും അവന്റെ അധ്യാപകൻ അവിടെ വരുന്നു. ഇവൻ നന്നായി പഠിക്കുന്ന ചെറുക്കനാണ്, അതുകൊണ്ട് അവനോട് ഇന്നൊരു ദിവസത്തേക്ക് ക്ഷമിക്കാൻ പറയുന്നു. അങ്ങനെ ആ ദിവസവും കടന്നു പോകുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ അലി ഉയർന്ന മാർക്ക് വാങ്ങിയതിന് അധ്യാപകൻ അവനൊരു പേന സമ്മാനമായി നൽകുന്നു. താൻ കാരണമാണ് ഷൂ നഷ്ടപ്പെട്ടത്. അതിനു പകരമായി ആ പേന അവൻ അനിയത്തിക്ക് നൽകുന്നു. അങ്ങനെ ഷൂ മാറ്റിയിട്ടും ഓടിയും അവർ സ്കൂളിലേക്ക് പോകുന്നു. അലി തൻ്റെതായ രീതിയിൽ ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ടാകും. ഒരു ദിവസം സഹറയുടെ സ്കൂളിൽ അസംബ്ലി നടക്കുമ്പോൾ തൻ്റെ കാണാതായ പിങ്ക് ഷൂ മറ്റൊരു കുട്ടി ധരിച്ചിരിക്കുന്നത് കാണുന്നു. അവർ സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയുടെ പിന്നാലെ രഹസ്യമായി പിന്തുടരുന്നു. അവൾ അലീനെയും തൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നു. അവിടെ വെച്ചായിരിക്കും ആ കുട്ടിയും അവരെ പോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്ന് മനസ്സിലാകുന്നത്. പിന്നീട് അത് ചോദിക്കാതെ അലിയും സഹറയും അവിടെ നിന്നും പോകുന്നു. അലിയുടെ വീട് കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതുകൊണ്ട് അലിയുടെ പിതാവ് കൂടുതൽ സമ്പാദിക്കാൻ പൂന്തോട്ടങ്ങളെല്ലാം വൃത്തിയാക്കുന്ന ഉപകരണങ്ങളെല്ലാം കടമെടുത്ത് പൂന്തോട്ട പരിപാലന ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നു. അലിക്കൊപ്പം നഗരത്തിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ പല വീടുകളിലും കയറി ഇറങ്ങി അവസാനം ഒരു മുത്തശ്ശനും 6 വയസ്സുകാരനായ ഒരു കുട്ടിയും താമസിക്കുന്ന വീട്ടിൽ പണിയെടുക്കാൻ അവസരം ലഭിക്കുന്നു. അലിയുടെ പിതാവ് പണികൾ ചെയ്തു തുടങ്ങുമ്പോൾ അലിയും ആ വീട്ടിലെ കൊച്ചുകുട്ടിയും ചേർന്ന് കളിക്കുന്നു. അലിയുടെ പിതാവിന്റെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ മുത്തശ്ശൻ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ കൊടുക്കുന്നു. ആ ഒരു സന്തോഷത്തിൽ തിരിച്ച് വീട്ടിൽ സൈക്കിളിലേക്ക് പോകുമ്പോൾ അലിയുടെ പിതാവ് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സഹറയ്ക്ക് ഒരു ജോഡി ചെരുപ്പ് എന്നൊരു ആശയം പറയുന്നു. എങ്കിൽ ഷൂ വാങ്ങാം എന്ന് പറഞ്ഞ് ഒരിറക്കിറങ്ങുമ്പോഴാണ് സൈക്കിളിന് ബ്രേക്കില്ലെന്ന് മനസ്സിലാകുന്നത്. അവർക്ക് ചെറിയ രീതികളിൽ പരിക്കുകൾ ഏൽക്കുന്നു. എന്തു പറയാനാ, കിട്ടിയ പൈസയെല്ലാം അങ്ങനെ പോയി. അലി തൻ്റെയും സഹോദരിയുടെയും കഷ്ടപ്പാട് മാറുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ ആ ചെറിയൊരു അപകടം എല്ലാം മാറ്റിമറിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ വീണ്ടും പഴയതുപോലെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പല സ്കൂളുകളും കൂടി സംഘടിപ്പിക്കുന്ന ഒരു ഫുഡ് റേസിനെ കുറിച്ച് അലി മനസ്സിലാക്കുന്നു. അതിന് 3ാം സമ്മാനം അവധിക്കാല ക്യാമ്പിൽ ഒരാഴ്ചയും ഒരു ജോഡി ചെരുപ്പുമായിരിക്കും. ഇതിൽ പങ്കെടുത്ത സഹറയ്ക്ക് ഒരു ജോഡി ഷൂ നേടാനുള്ള അവസരമാണെന്ന് അലി മനസ്സിലാക്കുന്നു. ആ ദിവസം വന്നെത്തി. മത്സരം തുടങ്ങി. ഓട്ടം ആരംഭിക്കുന്നു. എല്ലാവരും 1ാമത്തെ സ്ഥാനത്തിന് ഓടുമ്പോഴും അലിയുടെ മനസ്സിൽ തൻ്റെ അനിയത്തിക്ക് വേണ്ടിയുള്ള ഷൂസ് കിട്ടാനുള്ള 3ാം സ്ഥാനത്തെക്കുറിച്ച് മാത്രമായിരിക്കും. കഠിനമായ പോരാട്ടത്തിനൊടുവിൽ അവ 1ാം സ്ഥാനത്തായിരിക്കും എത്തുന്നത്. 1ാം സ്ഥാനം ലഭിച്ചുവെങ്കിലും അലിയുടെ മനസ്സിൽ നിരാശയായിരിക്കും. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അലിക്ക് സങ്കടമായിരിക്കും. തനിക്കും തൻ്റെ അനിയത്തിക്കും ആകെ ഉണ്ടായിരുന്ന ഷൂ ഓട്ടത്തിനിടയിൽ കീറിയത് കൊണ്ടായിരുന്നു അലിക്ക് കൂടുതൽ നിരാശയുണ്ടായിരുന്നത്. അലിയുടെയും സിനിമ കണ്ടവരുടെയും കണ്ണുകൾ ഒരേ സമയം നിറഞ്ഞിട്ടുണ്ടാവും. ഈ സിനിമയിൽ അലി മത്സരത്തിൽ പങ്കെടുക്കുന്നത് തന്നെ തൻ്റെ സഹോദരിയുടെ സന്തോഷത്തിനാണെങ്കിലും വിധി അവനെ അതിലെത്തിക്കുന്നില്ല. എല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമകളിൽ ഒന്നാണിത്.